ഹായ് ഓൾ, സാമ്പത്തിക ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഓർത്തിരിക്കേണ്ട ചില പാഠങ്ങളാണ് ഞാനിന്നിവിടെ പറയുന്നത്. ജീവിതത്തെ പൂർണ്ണമായി ആസ്വദിക്കുന്ന കഴിവാണ് സമ്പത്ത്. കൃത്യമായൊരു ഫിനാൻഷ്യൽ ഗോളുമായി അത് നേടാനുള്ള യാത്രയിലാണ് നാം. അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള വിവിധ ടെക്നിക്കുകൾ നാം സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ജോലിയുമായോ വ്യക്തി ജീവിതവുമായോ ബന്ധപ്പെട്ട് ധാരാളം സാഹചര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരാം. അപ്പോഴൊക്കെ നാം വിവിധ പ്രാക്ടീസുകളിലൂടെ ഉണ്ടാക്കിയെടുത്ത് ഈ പോസിറ്റിവിറ്റിയും നല്ല ചിന്തകളും നിലനിർത്തുക എന്നത് ചിലപ്പോഴൊക്കെ വെല്ലുവിളിയായി നമുക്ക് തോന്നാം. സ്വന്തം ഗോളുകൾക്ക് പ്രാധാന്യം കൊടുത്ത് അതിലേക്ക് മനസ്സിനെ പൂർണ്ണമായും കേന്ദ്രീകരിച്ചാൽ സംയമനത്തോടെ ഏത് സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് കഴിയും. ദൗർഭാഗ്യവശാൽ ഭൂരിപക്ഷം പേരും സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടി ജീവിക്കാൻ മറന്നുകൊണ്ടുള്ള ഓട്ടപ്പാച്ചിലാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവ് നമുക്ക് സമ്മാനമായി തന്ന ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ വരുന്നു. പ്രിയപ്പെട്ടവരുമായി നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സമയം ലഭിക്കാതെ, ഉള്ള സമ്പത്ത് പോലും സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയാതെ ജീവിച്ചു തീർക്കുന്നു. കോടിക്കണക്കിന് ആസ്തിയുണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ജീവിച്ച് മരിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്നൊരു പുസ്തകമാണ് എക്കാർട്ട് ടോൾ എഴുതിയ വളരെ മനോഹരമായൊരു പുസ്തകമാണിത്. അദ്ദേഹത്തിൻ്റെ ദ പവർ ഓഫ് നൗ എന്ന പുസ്തകം വലിയൊരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. ഭാവിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചും നാം ചെലവഴിക്കുന്ന സമയം എന്നേക്കുമായി പാഴാക്കുകയാണ്. കാരണം നമുക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരേയൊരു സമയം വർത്തമാനകാലം അഥവാ ഈ പ്രസൻറ്റ് മൊമെൻറ്റ്, ഈ നിമിഷമാണ്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളോട് പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ എല്ലാ വേദനകൾക്കും കാരണം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വ്യഗ്രതയിൽ നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കാനും നല്ല ഓർമ്മകൾ ഉണ്ടാക്കാനും നിങ്ങൾ സ്വയം മറക്കാതിരിക്കുക. ഒടുവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് ആ ഓർമ്മകൾ മാത്രമായിരിക്കും. ഫിനാൻഷ്യൽ ഗോൾ നേടിയെടുക്കാനുള്ള യാത്രയിൽ താങ്കൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ മാത്രമാണ് എല്ലാം നമ്മെ തേടി വരുന്നത്. വലിയൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കാണാതെ അതിനെ ചെറിയ ഗോളുകളായി തിരിക്കുക. ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ വഴിത്തിരിവുകളാണ്. പണം കാണുമ്പോൾ എപ്പോഴും സന്തോഷമാണ് നിങ്ങൾക്ക് തോന്നേണ്ടത്. അങ്ങനെ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് സന്തോഷിക്കാനുള്ള കാരണം കൂടുതലായി കൊണ്ടുവന്ന് തരും. ജീവിതത്തിലേക്ക് പണം വന്നു ചേരാനുള്ള ഏറ്റവും മികച്ച മാർഗം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും സന്തോഷം ഉണ്ടാകുക എന്നതാണ്. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയ തോന്നുന്നതിന് പകരം അവർക്ക് കൂടുതൽ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി അനുഗ്രഹിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കുടുംബത്തോടും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നവരോടും മാത്രം പങ്കുവയ്ക്കുക. എല്ലാവരോടും നിങ്ങൾ പറയാതിരിക്കുക. അവരും ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. സമ്പത്ത് നേടുകയെന്ന് നിങ്ങളുടെ ജന്മാവകാശമാണ്. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് സമ്പന്നനായി പറ്റൂ എന്ന നിശ്ചയദാർഢ്യമുള്ളവരാണ് സമ്പന്നരാകുന്നത്. പോസിറ്റീവായ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുന്ന, മുന്നോട്ട് പോകാൻ കരുത്ത് നൽകുന്ന ആളുകളെ എപ്പോഴും കൂടെ നിർത്തുക. ഫിനാൻഷ്യൽ ഗോളിനൊപ്പം തന്നെ നിങ്ങൾക്കൊരു ചാരിറ്റി ഗോളും ഉണ്ടായിരിക്കണം. ആ തുക എന്തിനൊക്കെ വേണ്ടി ചെലവഴിക്കുമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. കാരണം കൊടുക്കുന്തോറുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് തന്നെ ഞാൻ കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നുണ്ട്. ബൈ ബൈ, ടേക്ക് കെയർ.